ഹാപ്പിനെസ് അവേഴ്സിൽ ഈ സുന്ദരമായ സുപ്രഭാതത്തിൽ ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്ന ഒരാൾ പാചകകലയിലും വിദഗ്ധനാണ്. വാചകകലയിലും വിദഗ്ധനാണോ ഇല്ലെന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകും. പിന്നെ പാട്ടുപാടി നമ്മളെ രസിപ്പിക്കുകയും ചെയ്യും. അതേ വൈദഗ്ധ്യം പാചകത്തിലും ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ വെൽക്കം ചെയ്യുന്നു മനീഷ്. കോട്ടയത്തു നിന്നാണ് മനീഷ് മുരളീധരൻ ഫ്രം കോട്ടയം. എത്ര നാളായി? ദുബായിൽ ഒരു 17 years. ഈ ഷെഫായി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്? സ്റ്റാർട്ട് ചെയ്തത് ഷെഫായിട്ട് തന്നെ 3 year ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് ഷെഫായിട്ട് വർക്ക് ചെയ്തു. ദെൻ ഐ വർക്ക് ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ്. ലാസ്റ്റ് ഐ ഫിനിഷ് ഇൻ MR പ്രോപ്പർട്ടീസ് തീർന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ റെസ്റ്റോറൻറ്റ് ഇൻ സ്റ്റുഡിയോ 1. സോ വി ഹാഡ് എ പാർട്ട്നേഴ്സ്, 4 പേര് ചേർന്നിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്. ചെറിയൊരു മുതലാളിയാണ്, അതാണ് പറഞ്ഞത്. ഞാൻ ചെറുതായിട്ട് എന്നാലും മുതലാളിയാണ്. മുതലാളിയും തൊഴിലാളിയും ഒക്കെയാണ്. ഈ കോട്ടയം സ്റ്റൈൽ ബീഫൊക്കെയാണോ ഇവിടെ? അല്ല, ആക്ച്വലി എൻ്റെ ഫീൽഡ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ കേരള ക്യൂസിൻ അല്ല, ടോട്ടലി ബ്രിട്ടീഷ് ആൻഡ് കോണ്ടിനെന്റൽ ആ ഒരു റേഞ്ചാണ്. നമ്മുടെ ഇന്ത്യനായിട്ട് യാതൊരു ടച്ചും ഇല്ല. ഇന്ത്യക്കാരൻ മലയാളി ഒക്കെ ആയിട്ട് നമ്മുടെ കോട്ടയത്തെ ബീഫൊക്കെ കഴിക്കാമല്ലോ. അത് ഞാൻ വേറെ പോയി കഴിക്കണം. അതെന്താ സ്വന്തം ഹോട്ടലിൽ ഇതും ഇല്ലേ? ഇല്ല, അതില്ല. ഇതല്ല, നമ്മുടെ വേറെ കോൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് കോൾ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതാണ്. ഓക്കെ, ഇങ്ങനൊരു ഐഡിയ, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നാട്ടിലെ പാചകം പരീക്ഷിക്കാനായിരുന്നോ അതോ ഇങ്ങനത്തെ ഐഡിയയിൽ തന്നെയാണോ വന്നത്? അല്ല, ആക്ച്വലി നാട്ടിൽ നിന്ന് എങ്ങനെയാലും രക്ഷപ്പെടണമല്ലോ, വേണ്ടേ? അപ്പോൾ അങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയായിരുന്നു ഹോട്ടൽ മാനേജ്മെന്റ്. സോ അങ്ങനെ ആ കോഴ്സ് 3 years കോഴ്സ് എടുത്തു. ട്രിവാൻഡ്രത്തായിരുന്നു ചെയ്ത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു. സ്റ്റാർട്ടഡ് ഇൻ ലീ മെറിഡിയൻ. Then I moved to Jebel Ali. Then I work in MR lot of properties. അങ്ങനെ വന്ന് പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടേ, അങ്ങനെയാണ് സ്വന്തമായിട്ട് 4 പേരും കൂടെ കൂടി. സോ ഐ ഫോളോ ദ സെയിം സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ പാചകം, വാചകം, പാട്ട്, ഇതിലെല്ലാത്തിലും മിടുക്കനാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു. ഈ പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ പാട്ട് ഏതാണ്? ആദ്യത്തെ പാട്ട് ഞാൻ ടോട്ടലി പാടാൻ വെച്ചിരിക്കുന്ന 5 പാട്ടാണ്. 2 മലയാളം, 3 ഹിന്ദി. എന്നോട് തുടക്കത്തില് പറഞ്ഞിരുന്നു മലയാളം എന്നോട് ചോദിക്കരുതെന്ന്, അതുകൊണ്ട് ഞാൻ മലയാളം വിടാന്ന് വിചാരിച്ചതാ. അപ്പൊ മലയാളം ഒക്കെ നമ്മളിവിടെ 2 മലയാളം പാട്ട് പാടണ്ടേ? പാടണം. അച്ഛൻ പട്ടാളത്തിലായിരുന്നു. സോ ഐ വാസ് ദേർ ഇൻ ഔട്ട് ഫ്രം കേരള. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് മലയാളം പഠിക്കാനുള്ള ഒരു ഇത് കിട്ടി. അതുകൊണ്ട് എഴുതാനും വായിക്കാനും നഹി നഹി അക്ഷരം അറിയില്ല എന്നാണ്, മലയാളം അക്ഷരം അറിയില്ല. ഓക്കെ, അപ്പൊ ഏതാ പാട്ട് പാടുന്നത്? നമുക്ക് ആദ്യം മലയാളം തന്നെ പാടാം. ഏതാ? നമുക്ക് ദാസേട്ടൻ പാടിയ പഴം പോലെ എന്നുള്ള പാട്ട്. ഓക്കെ. പവിഴാധരം പൂൽ പനിനീ പൊന്മുകുളം പൂൽ പവിഴം പൂൽ പവിഴാധരം പൂൽ പനിനീ പൊന്മുകുളം പൂൽ തൊടുശോഭയും നിറമുന്തിരിഞ്ഞും മുഖസൗരഭമു പകരും പവിഴം പൂൽ പവിഴാധരം പൂൽ പനിനീർ കുന്നുകുളം പൂൽ. തളിച്ചൂടിയില്ലേ കതിർപ്പാൽ മണികൾ തണമാർന്നതില്ലേ മതകൂഞ്ചനമാർ ഇളപ്രാക്കളിലേ മാതളങ്ങൾ തളിച്ചൂടിയില്ലേ കതിർപ്പാൽ മണികൾ തണമാർന്നതില്ലേ
മദകൂഞ്ചനമാ ഇളപ്രാക്കളില്ലേ പുലർവേലകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം കുളിച്ചൂടി വരാം പവിഴം പൂ പവിഴാധരം പൂ പനി നീ കുന്നുകുളം പൂ നിന്നനുരാഗവിഭംസിരയിൽ സുഗന്ധമിടും മധിരാസവമായി ഇളർമാരിൽ നിൻ കുളിരാനുസഖി നിന്നനുരാഗവിഭംസിരയിൽ സുഗന്ധമിടും മധിരാസവമായി ഇളർമാരിൽ നിൻ കുളിരാർന്നുസഖി തളരാദ്രമിതാ തലചായിക്കയായി വരസുന്ദരിയൻ മനശൈ പവിഴം പൂ പവിഴാധരം പൂ പനിനീർ കുന്നുകുളം പൂ പുതുശോഭയിലും നിറമുന്തിരി നിൻ മുഖസൗരഭമു പകരും പവിഴം പൂ പവിഴാധരം പൂ പനിനീർ കുന്നുകുളം പൂ പുതുശോഭയിലും നിറമുന്തിരി നിൻ മുഖസൗരഭമു പകരും പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ. മലയാളം വായിക്കാനും എഴുതാനും അറിയില്ലെങ്കിൽ എന്താ, നന്നായി പാടുന്നുണ്ടല്ലോ. പാടുന്നുണ്ട്. അതിലൊരു പേടി ഉണ്ടാവില്ലേ? പേടി ഉണ്ടാവും. ചില വേർഡ്സ് പെട്ടെന്ന് കിട്ടത്തില്ല. അത് ഞാൻ പ്രൊണൗൺസ് ചെയ്യുമ്പോഴത്തേക്കിന് അത് സ്ലിപ്പായി പോകും. ഓക്കെ. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ്, നിങ്ങളുടെ ഹോട്ടലിൽ ഭക്ഷണം മാത്രമേ ഉള്ളൂ, പാട്ടൊക്കെ പാടി വരുന്നില്ല? ഇല്ല, അവിടെ ഭക്ഷണം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്റർടൈൻമെന്റ്സ് ഉണ്ട്. ഈ എല്ലാം ഫ്രൈഡേസ് ദർ ഇസ് എ സാക്സോഫോൺ ലേഡി കംസ്, ആൻഡ് ട്യൂസ്ഡേ വി ഹാവ് ക്വിസ് നൈറ്റ്. സോ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ്. നമുക്കായിട്ടൊന്നുമില്ല, നമ്മൾ ബിസിയാണ്. അപ്പോൾ അവിടെ പാടാറുണ്ടോ, അതോ വരുന്ന ആ ടീമിന് മാത്രമേ ഉണ്ടാവുള്ളൂ? അപ്പോഴാരാണോ വരുന്നത് ആ ടീമിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്ക് ഓരോ വീക്കെൻഡിൽ ഓരോ എന്റർടൈൻമെന്റ്സ് ആണ്. അതുപോലെ ഓൾറെഡി ഫിക്സ് ആണ്. അപ്പൊ അതിന്റെ ആള് വേറെയാണ്, അത് ഈവെന്റ്സ് ഒക്കെ നോക്കുന്ന ആളാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പാടി ഈ വരുന്ന ഗസ്റ്റുകളെ വീഴ്ത്താനുള്ള അവിടെ അടുപ്പിക്കില്ല, കാരണം അവിടെ മൊത്തം ബ്രിട്ടീഷാണ്. അതായത് എന്താണെന്നറിയോ, വരുന്ന ആളുകളെ ഓടിക്കാനല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. കൂട്ടുകാർക്ക് ഫുഡ് കൊണ്ട് മാത്രം നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾ ഇതാക്കും. ബാക്കി എന്റർടൈൻമെന്റ് ഒക്കെ വേറെ ഡിപ്പാർട്ട്മെന്റാണ് ചെയ്യുന്നത്. ഈ എവിടെയാ പഠിച്ചതൊക്കെ? പഠിച്ചത് ഫുൾ നോർത്തിൽ തന്നെയാണ്, KVയിലാണ് പഠിച്ചത്, കേന്ദ്ര വിദ്യാലയം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പഠിച്ച ഷെഫിലേക്ക് മാറാനുള്ള ഒരു ഇത് പ്രേരണ വന്നത് എവിടെ നിന്നായിരുന്നു? സ്റ്റാർട്ട് ചെയ്ത് 3 years കോച്ച്. അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെ അതിലേക്ക് മാറാം, എനിക്ക് അതിലാണ് കഴിവ് എന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ട്രെൻഡിനൊപ്പം പോയതാണോ? ട്രെൻഡിനൊപ്പം പോയത്. അപ്പൊ പിന്നെ അത്യാവശ്യം അമ്മയൊക്കെ നല്ലൊരു കുക്ക്, അച്ഛന് നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. പ്രോബബ്ലി യെസ്, അങ്ങനെ ആയിരിക്കും ആ ഒരു ഇത് കിട്ടിയത്. മനസ്സിലേക്കുള്ള വഴി വായിൽ കൂടെയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ആക്ച്വലി പേസ്ട്രീസ് ആണ്, ബേക്കറി പേസ്ട്രീസ്. അത് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ് ചെയ്തു. ഉണ്ടാക്കാൻ ഏറ്റവും കേരളത്തിലെ വിഭവം പറഞ്ഞാല് ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം ഏതാ? അതാണോ ഏറ്റവും ഇഷ്ടം? കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. തേങ്ങ അരക്കാതെ, സ്പൈസി വറ്റിച്ച മീൻകറി ആണ്. നല്ല എരിവുള്ള. പറഞ്ഞപ്പോ തന്നെ നാട്ടിൽ പോകാറുണ്ടോ? കഴിഞ്ഞ വർഷം പോയിട്ടാ വന്നേ. ഫാമിലി ഒക്കെ ഇവിടെയാണ്? ഫാമിലി ഇവിടെയുണ്ട്. വൈഫ് ജുമേറയിൽ വർക്ക് ചെയ്യുന്നു. ഷീ ഈസ് ആൻ ഈവന്റ് കോർഡിനേറ്റർ. ഒരു കൊച്ചുണ്ട്, വൈഫിന് അമ്മയുണ്ട് കൂടെ. വൈഫ് കൺസീവ് ആണ്. ഷീ ഈസ് കൺസീവ്. കൺഗ്രാറ്റ്സ്. ആഫ്റ്റർ 5 years. ഓക്കെ. അപ്പോൾ ഒരു കുഞ്ഞിന്റെ കൂടി അച്ഛനാകാൻ പോവുകയാണ്. ആ സന്തോഷത്തിൽ നമുക്ക് ഒരു പാട്ടും കൂടി ആയാലോ? പാടാലോ. ഓക്കെ. ഏത് പാട്ടാണ്? അടുത്ത നമുക്കൊരു ഹിന്ദി പാട്ട് പാടാം. അത് ഹിന്ദി പാട്ടാണ്.
जाने कहा कब किसी को किसी से प्यार हो जाए। ऊंची ऊंची दीवारें इन दुनिया की रस्में, ना कुछ तेरे बस में झूली, ना कुछ मेरे बस में। दिल क्या करे जब किसी को किसी से प्यार हो जाए। जाने कहाँ कब किसी को किसी से प्यार हो जाए। जैसे पर्वत पे घटा झुकती है, जैसे सागर से लहर उठती है, ऐसे किसी चेहरे पे निगाह झुकती है। जैसे पर्वत से घटा झुकती है, जैसे सागर से लहर उठती है, ऐसे किसी चेहरे पे निगाह झुकती है। ओ, रोक नहीं सकता दुनिया को दुनिया भर की रस्में, ना कुछ मेरे बस में झूली, ना कुछ तेरे बस में। दिल क्या करे जब किसी को किसी से प्यार हो जाए। जाने कहाँ कब किसी को किसी से प्यार हो जाए। तेरी याद में सबको भुला दूं, दुनिया को तेरी तस्वीर बना दूं। मेरा बस चले तो दिल चीर के देखो, हाँ मैं तेरी यादों में सबको भुला दूं, दुनिया को तेरी तस्वीर बना दूं। मेरा बस चले तो दिल चीर के ढूंढूं। ढूंढ रहा है साथ लहों के प्यार तेरा नस नस में, ना कुछ मेरे बस में झूली, ना कुछ मेरे बस में। दिल क्या करे जब किसी को किसी से प्यार हो जाए। जाने कहाँ कब किसी को किसी से प्यार हो जाए। ऊंची ऊंची दीवारें हैं इन दुनिया की रस्में, ना कुछ तेरे बस में झूली, ना कुछ मेरे बस में। दिल क्या करे
जब किसी को किसी से प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए। ട്രെൻഡിങ്ങിനൊപ്പം നടന്ന് പാചകം പഠിച്ചു. Yes. ഈ പാട്ട് പാടുന്നത് എങ്ങനെയാണ് പഠിച്ചത്? പാട്ട് പാടുന്നത് ആക്ച്വലി അച്ഛൻ പാടുമായിരുന്നു. അപ്പം അച്ഛൻ്റെ കൂടെ അച്ഛൻ ആർമിയിലായിരുന്നു. കാരണം ആർമിയിൽ അച്ഛൻ അതല്ലാണ്ട് ദിവസം അവിടെ പോയി പാടി. പിന്നെ പാട്ട് പഠിച്ചിട്ടില്ല. അങ്ങനെ അച്ഛൻ പാടുന്നത് കേട്ട് കേട്ട് പാടി. പിന്നെ ഐ തിങ്ക് കുറച്ചൊക്കെ പാടാൻ പറ്റും. കുറച്ചൊരു ജനസിൻ്റെ ഇതുള്ള കാരണം അങ്ങനെ പാടി. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ വൺ ഗ്രൂപ്പ് കോൾ പ്രവാസി സംഗീതം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പാണ്, ഒരു സിംഗിങ് ഗ്രൂപ്പാണ്. സോ വി ഹാഡ് ലൈക്ക് 60 പീപ്പിൾസ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഞങ്ങൾ വി ഡിഡ് 8 ഇവൻറ്റ്സ് ഓൾറെഡി. സോ അത് കാരണം അങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയാലും പാടി പാടി നന്നായി പാടാൻ പറ്റുന്നു എന്ന് വിശ്വാസം. വീട്ടില് ഭാര്യയോ കുഞ്ഞോ ഒക്കെ പാടുവോ? എൻ്റെ ഫസ്റ്റ് മോൻ 5 വയസ്സായി. ഞാൻ പാട്ട് പഠിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ പാട്ട് പഠിച്ചു കഴിയും. കാരണം ഞാനിപ്പം മലയാളം ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഞാനത് കേട്ടിട്ട് പഠിക്കുമ്പോൾ പുള്ളി ഓൾറെഡി അത് പഠിച്ചു കഴിയും. പുള്ളി പാടി എന്നെക്കാളും മുന്നേ പാടും. അപ്പം പുള്ളിയും പാടാറുണ്ട്. പഠിപ്പിക്കുന്നുണ്ടോ? അതാണ് ഇപ്പോൾ അവിടെ ഒരു ഞാൻ താമസിക്കുന്ന അൽക്കൂസിൽ. സോ ഐ ഡിഡ്ന്റ് ഗെറ്റ് സംവൺ ടു ടീച്ച്. കാരണം ഞാനിപ്പോൾ ഓൺലൈനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഷീ വെന്റ് ബാക്ക് ടു ഇന്ത്യ. അപ്പോൾ അത് കാരണം അതും സ്റ്റോപ്പായി. ഐ എം ലുക്കിംഗ് സംവൺ പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പാരമ്പര്യം നിലനിർത്തണമല്ലോ. അതെ. അപ്പോൾ ഇനിയൊരു മലയാളം പാട്ടായാലോ? കയ്യിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് മലയാളം. അതൊരു നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന ഇപ്പം ക്രിസ്മസ് അല്ലേ, അങ്ങനെ ഒരു ക്രിസ്ത്യൻ സോങ് ആയാലോ എന്ന് വെച്ചിട്ട് ധൈര്യമായിട്ട് നമുക്കൊരു ക്രിസ്മസ് എന്താ പറയാ പുലര് തന്നെ എവിടെയെങ്കിലും സൃഷ്ടിച്ചേക്കാം. മാർക്കോ സാറിന്റെ ഒരു നല്ല അതിമനോഹരമായിട്ടുള്ള. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രേക്ഷകർക്ക് വേണ്ടി ക്രിസ്മസിന് മുന്നേ ഒരു ക്രിസ്മസിന്റെ ഗാനവുമായി മനീഷ് എത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേഘദൈവം, സത്യജീവമാർഗമാണു ദൈവം, മധ്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം. അവപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുദിനം ഭൂമിയിൽ ഇന്നും നിറവേറിടേണമേ. അവപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുദിനം ഭൂമിയിൽ ഇന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേഘദൈവം, സത്യജീവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു അന്ന പൊഴിച്ചു.
തെളിച്ചു, മറുവിൽ മക്കൾക്കു അന്ന പൊഴിച്ചു. എരിവെയിലിൻ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമാ, സീനായ് മാമലമുകളിൽ നിൻ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുദിനം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേഘദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനൽ ഭൂമി അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുദിനവും ദിവ്യഭോജവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനേ, നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനൽ ഭൂമി അവതരിച്ചു, ജീവൻ ബലി കഴിച്ചു. തിരുദിനവും ദിവ്യഭോജവുമാ ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനേ, നിൻ തിരുനാമം ആദനായി വാഴുമേഘദൈവം, സത്യജീവമാർഗമാണ് ദൈവം. മധ്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം. അവപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുദിനം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അവപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുദിനം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. തൊണ്ടവേദനയുണ്ട്, പനി കഴിഞ്ഞ സമയം തോന്നുന്നു. ചെറിയൊരു കഴിഞ്ഞ ദിവസമായി ഈ ക്ലൈമറ്റ് മാറിയിട്ട് ഒരു ചെറിയ ഫ്ലൂ വാക്സിൻ ഒക്കെ എടുത്തിരുന്നോ? അതൊക്കെ നേരത്തെ എടുത്തായിരുന്നു. പിന്നെ ഇപ്പോ ഈ ഒരു പ്രവാസി ഗ്രൂപ്പ് ഉണ്ട്, സംഗീത ഗ്രൂപ്പ് ഉണ്ട് പറഞ്ഞു. അതിലെങ്ങനെയാണ് അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ആക്ടിവിറ്റീസ് നമ്മളൊരു 8 അഡ്മിൻസ് ഗ്രൂപ്പ് വേറെ ഉണ്ട്, അതിൽ 8 അഡ്മിൻസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ 60 മെമ്പേഴ്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ കഴിഞ്ഞ റീസെൻ്റ്ലി ഞങ്ങളിപ്പോൾ ഞങ്ങളൊരു ഓണാഘോഷ പരിപാടി ചെയ്തായിരുന്നു. ഇറ്റ് വാസ് ഓൺ അലൈൻ തന്നെയായിരുന്നു, ഒരു ഫാമിലായിരുന്നു. സോ 2 days പ്രോഗ്രാം വന്നു. സാറ്റർഡേ ഈവനിങ് എല്ലാവരും വന്നു. ഇറ്റ്സ് ലൈക്ക് മോർ ഓർ ലെസ് ലൈക്ക് ഒരു കല്യാണ വീട് പോലെ. സോ സാറ്റർഡേ വി എൻജോയ്ഡ് അലോട്ട്. നെക്സ്റ്റ് ഡേ ഫുൾ ഓണപ്പരിപാടി, പാട്ടും തിരുവാതിരകളിയും എല്ലാം ആയിട്ട് അങ്ങനെ നല്ലൊരു ഈവെന്റ് ആയിരുന്നു. വെരി സക്സസ്ഫുൾ. അതായത് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് ശരിക്കും പറഞ്ഞ പ്രവാസികളുടെ ഉള്ളിലെ സംഗീതം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഗ്രൂപ്പ് അങ്ങനെ തന്നെ കൊണ്ടുപോകണം, കുറച്ചും കൂടി സജീവമാക്കി ആളൊക്കെ കൂട്ടി കൊണ്ടുപോകണം. അപ്പോൾ ഇനി പാടുന്നത് ഏതാ? ഒരു ഹിന്ദി പാട്ട് പാടാം. रुक जाओ दिल दीवाने, पूछूं तो मैं जरा, लड़की है या है जादू, खुशबू है या नशा. रुक जाओ दिल दीवाने,
है या नशा पास वो आए तो झुके मैं देखूं जरा रुक जा ओ दिल दीवाने पूछूं तो मैं जरा अरे लड़की देखे वो इधर हंस के एक बार थाम के दिल हम खड़े हैं गुमसुम सी नजर उसकी है मगर होठ पे शिकवे बड़े हैं बात बन जाए तो बात छेड़ो जरा रुक जा ओ दिल दीवाने पूछूं तो मैं जरा हर लड़की है या है जादू खुशबू है या नशा शर्मा हो गई घबरा हो गई मैंने जो उसको पुकारा ये दिल ले लिया उसने कर दिया आंखों में इशारा जान भी जाए तो गम ना करूंगा जरा रुक जा ओ दिल दीवाने पूछूं तो मैं जरा लड़की है या है जादू खुशबू है या नशा महफिल में हंसी तू ही तो नहीं रूठी तू किस लिए अकेली जिस पे यूं फिदा ये दिल हो गया वो तो है तेरी एक सहेली मानो वो जाए तो बाहों में ले लो जरा रुक जा ओ दिल दीवाने पूछूं तो मैं जरा लड़की है या है जादू खुशबू है या नशा पास वो आए तो झुके मैं देखूं जरा ला 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 അപ്പോൾ പാചകം പാട്ട് വാചകം എല്ലാമായി തിളങ്ങട്ടെ പുതിയ വർഷം. Thank you so All much. the best. Thank you so much. Thank you so much. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളും ഒക്കെയായി. Thank you. ഓക്കെ, താങ്ക് യു സോ മച്ച്.